തെറാപ്പി അഥവാ സെബാസ്റ്റ്യൻ ഫിറ്റ്സെക്സ് തെറാപ്പി എന്ന ജർമ്മൻ ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതൊരു സ്ലോ ബേണിംഗ് സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസ് ആണ്. ഒറ്റ സീസണിൽ തന്നെ കഥ പൂർത്തിയാക്കുന്ന ഈ സീരീസിൽ 45 മുതൽ 50 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളാണുള്ളത്. ജർമ്മൻ എഴുത്തുകാരനായ സെബാസ്റ്റ്യൻ ഫിറ്റ്സെക്കിന്റെ ബെസ്റ്റ് സെല്ലർ നോവലായിരുന്നു തെറാപ്പി. ഇതിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ സീരീസ്. വിക്ടർ ലോറൻസ് എന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റിന്റെ 13 വയസ്സുള്ള മകൾ ജോസിയെ കാണാതാകുന്നതും അതിന്റെ പിന്നിലെ മിസ്റ്ററി എന്താണെന്നുള്ളതുമൊക്കെയാണ് ഈ സീരീസിൽ പറയുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു സ്ലോ പേസ്ഡ് ത്രില്ലർ സീരീസ് ആണിത്. നമ്മുടെ ഡാർക്കിലൊക്കെ അഭിനയിച്ച സ്റ്റീഫൻ ക്യാംബർത്ത് ആണ് വിക്ടർ ലോറൻസ് എന്ന കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുള്ളത്. പുള്ളി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. കുറെ റേഞ്ച് ഓഫ് ഇമോഷൻസ് ഒക്കെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് നന്നായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. 2 ടീനേജ് പെൺകുട്ടികളുടെ പെർഫോമൻസും എടുത്ത് തന്നെ പറയണം. അന്ന സ്പേഗലായിട്ട് വന്ന എമ്മ ബെഡിംഗ്, ഡോക്ടർ റോത്ത് ആയിട്ട് വന്ന ട്രിസ്റ്റൻ പൂട്ടർ, ഇസബൽ ആയിട്ട് വന്ന ആൻഡ്രിയ ഓസ്വാർഡ്, അങ്ങനെ പ്രധാന താരങ്ങളെല്ലാം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. സീരീസിന്റെ ലൊക്കേഷനും ക്യാമറയും ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകങ്ങളിലൊന്നാണ്. കിടിലൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. ആ പാർക്കം എന്ന് പറയുന്ന ആ ഒരു ഐലൻഡും അവിടുത്തെ വിഷ്വലുകളും ഒക്കെ സ്വപ്നം പോലെ മനോഹരമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും സീരീസിന്റെ ആ ഒരു മിസ്റ്ററി മൂഡ് നിലനിർത്താനായിട്ട് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ലൈറ്റിംഗും കൊള്ളാം. CG ഒക്കെ ഇവിടുത്തെ വമ്പൻ സിനിമകളെ വെല്ലുന്ന വിധത്തിൽ കിടിലനായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. കഥാപാത്രങ്ങളുമായിട്ട് ഇമോഷണലി നമുക്ക് കണക്ട് ആകും എന്നുള്ളതും തിരക്കഥയുടെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. സസ്പെൻസ് ട്വിസ്റ്റ് ഒക്കെ ഒരു 40% നമുക്ക് മനസ്സിലാകുമായിരുന്നു എങ്കിലും ഇതിലെ മിസ്റ്ററി വളരെ വെറുത്തു വാച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പക്കാ സൈക്കോളജിക്കൽ മിസ്റ്ററിയാണ്. നെഗറ്റീവായിട്ട് തോന്നിയത് ഇടയ്ക്കൊരു സൈക്യാട്രി ഹോസ്പിറ്റലിലെ കുറെ സീനുകൾ, അവിടുത്തെ പൊളിറ്റിക്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ചിലപ്പോൾ ബോറായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. കാരണം മെയിൻ സ്റ്റോറിയുമായിട്ട് ആദ്യ കുറെ എപ്പിസോഡുകളിൽ അതിനൊരു ബന്ധവും തന്നെ ഇല്ല. അങ്ങനെ നമുക്ക് തോന്നുകയല്ല. പക്ഷെ കുറെ കഴിയുമ്പോൾ എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാവുകയും ചെയ്യും. നോവലിൽ ഐലൻഡിലാണ് കൂടുതലും കഥ നടക്കുന്നതെന്നും അതിൽ നിന്നും കുറേയധികം സീരീസിലേക്ക് വന്നപ്പോൾ ചുരുക്കിയിട്ടുണ്ട് എന്നും ഞാൻ കേട്ടു. നോവലിലെ പോലെ തന്നെ മതിയായിരുന്നു എങ്കിൽ കിടിലനായനെ എന്ന് എനിക്ക് തോന്നി. ഇവാൻ സിയൻസ് പാഡോ, തോർ ഫ്രൂഡന്റാൽ എന്നിവർ ചേർന്നാണ് ഈ സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സീരീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഒറിജിനൽ ലാംഗ്വേജ് ജർമ്മൻ ആണ്. പക്ഷേ ഇതിന്റെ ഇംഗ്ലീഷ്, ഹിന്ദി ഡബിംഗ് വെർഷനും ആമസോണിൽ അവൈലബിൾ ആണ്. 7.1 ഔട്ട് ഓഫ് 10 ആണ് ഇതിന് IMDb കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. പേഴ്സണലി എനിക്ക് സ്ലോ ബേണിംഗ് ത്രില്ലറുകൾ വളരെയധികം ഇഷ്ടമായതുകൊണ്ടും സൈക്കോളജിക്കൽ ത്രില്ലർ കൂടി ആയതുകൊണ്ടും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണിത്. ഞാൻ ഇതിന് പേഴ്സണലി ഒരു മസ്റ്റ് വാച്ച് എന്ന് തന്നെയുള്ള ഒരു വേർഡിക്റ്റ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നിങ്ങൾക്ക് കണ്ടു നോക്കുക. ഈ ആമസോൺ പ്രൈം മിക്കതിനും മലയാളം ഡബിംഗ് കൂടി കൊടുക്കുന്നതായിരുന്നു. ഇതിനെന്താണോ കൊടുക്കാഞ്ഞത്? മോശമായിപ്പോ കേട്ടോ.